കേരള ലോട്ടറി സമ്മാന ഘടനയിൽ വീണ്ടും മാറ്റം. സമ്മാനത്തിൽ നിന്നും മാറ്റിയ 2000 രൂപ തിരിച്ചെത്തി 50 രൂപ സമ്മാനം എടുത്തുമാറ്റി. ലോട്ടറി സമ്മാന ഘടനയിലെ മാറ്റങ്ങളിൽ പ്രതിഷേധിച്ച് പാലാ പൗരാവകാശ സമിതി പ്രസിഡന്റ് ജോയി കളരിക്കന്റെ നേതൃത്വത്തിൽ ലോട്ടറി ടിക്കറ്റ് കത്തിച്ച് പ്രതിഷേധിച്ചിരുന്നു. ഇന്നു മുതലാണ് പുതിയ സമ്മാന ഘടന നിലവിൽ വന്നത്. സർക്കാരിന്റെ ലോട്ടറി വകുപ്പ് നടത്തിയിരുന്ന ലോട്ടറി കഴിഞ്ഞ മെയ് മാസത്തിൽ സർക്കാർ പുതിയ പരിഷ്കാരങ്ങൾ വരുത്തി മെയ് 2 തുടങ്ങി. അത് മുമ്പ് 30 രൂപ 40 രൂപ കൊടുത്ത് ലോട്ടറി വാങ്ങിച്ചിരുന്ന ഒരാൾക്ക് ഏറ്റവും കുറഞ്ഞ് 100 രൂപ കൊടുത്തിരുന്നത് 50 രൂപ വില വർദ്ധിപ്പിച്ചപ്പോൾ 50 രൂപ മാത്രം പ്രൈസ് കൊടുക്കുന്ന ഒരു സംവിധാനം. ലോട്ടറി എടുക്കുന്നവർ ഒരു താറടിക്കുന്ന രീതിയായിരുന്നു. അതുകൂടാതെ ഈ സാധാരണ ഈ തെരുവുകളിൽ കൂടി നടന്ന് അംഗവൈകല്യമുള്ളവരും കാഴ്ചയില്ലാത്തവരും ഏറ്റവും വാർദ്ധക്യ സഹജമായി മറ്റു മരുന്ന് വാങ്ങാനും ഒക്കെ ഉപജീവനത്തിന് വേണ്ടി നടക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവിടെയൊക്കെ കമ്മീഷൻ കുറച്ചുകൊണ്ടു. ലോട്ടറി എടുക്കുന്ന ഒരു മേഖല തന്നെ ആകെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു നിലപാടായിരുന്നു. പല ലോട്ടറി കടകളിലും എനിക്ക് അടുത്ത് അറിയാവുന്നുണ്ട്, ആയിരക്കണക്കിന് ടിക്കറ്റുകൾ മിച്ചമാണ്. അപ്പോൾ അവർക്കുണ്ടായ ഭീമനഷ്ടം. ഇതിനെതിരായിട്ട് കഴിഞ്ഞ മെയ് 16 ലോട്ടറി വകുപ്പ് ഡയറക്ടർക്ക് പരാതി നൽകുകയും കൂടാതെ പാലാ പൗരാവകാശ സമിതിയുടെ നേതൃത്വത്തിൽ അവിടെ ശക്തമായ ലോട്ടറി കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധം നടത്തുകയും ഇതൊരു മാറ്റം വരുത്തണം, ഈ 50 രൂപ പ്രൈസ് നിർത്തലാക്കുക, അതുപോലെ നിർത്തലാക്കിയ 2000 രൂപ 5000 രൂപ എണ്ണം കൂട്ടുക, പുനഃസ്ഥാപിക്കുക തുടങ്ങിയ അനവധി അടിസ്ഥാന ആവശ്യങ്ങൾ ഈ ലോട്ടറി നടന്നു വയ്ക്കുന്നവർക്ക് ആവശ്യമായ കമ്മീഷൻ കൊടുക്കുക, അവരുടെ ഉപജീവനമാർഗത്തിന് ആവശ്യമായ തുക കമ്മീഷനായി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ലോട്ടറി സമരം നടത്തിയ ലോട്ടറി കത്തിക്കൽ സമരം നടത്തി അതിനെ തുടർന്ന് പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുകയാണ്. ഇന്നു മുതൽ അതിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ള പ്രൈസ് ഘടന നിശ്ചയിച്ചുകൊണ്ട് ഇന്നു മുതൽ അതിൻ്റെ വിതരണം തുടങ്ങിയിരിക്കുകയാണ്.